നിക്ഷേപം സ്വീകരിക്കൽ അടക്കമുള്ള ബാങ്കിംഗ് സേവനങ്ങൾ നടത്തുന്നതിൽ നിന്നും ബാങ്കിനെ RBI വിലക്കിയത് ത്രൈമാസ ഫലത്തെ ബാധിച്ചു. മാർച്ച് പാദത്തിൽ പേടിഎമ്മിന്റെ നഷ്ടം 550 കോടിയായി ഉയർന്നു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ കമ്പനിയുടെ നഷ്ടം 169 കോടി രൂപയായിരുന്നു. UPI ഇടപാടുകളിലെ പ്രശ്നങ്ങളും പേടിഎം പേയ്മെന്റ് ബാങ്കിന്റെ നിരോധനവും കമ്പനിയുടെ 4ാം പാദ ഫലങ്ങളെ കാര്യമായി തന്നെ ബാധിച്ചു. ഇക്കാലയളവിലും വരുമാനത്തിലും നഷ്ടമുണ്ടായി. 2.9% ഇടിവാണ് നേരിട്ടത്. മാർച്ച് പാദത്തിൽ 2267.1 കോടിയായിരുന്നു വരുമാനം. മുൻവർഷം സമാന കാലയളവിൽ ഇത് 2334 കോടിയായിരുന്നു. മുൻ പാദവുമായി തട്ടിച്ചു നോക്കുമ്പോൾ നഷ്ടം 20% കണക്കുകൾ വ്യക്തമാക്കുന്നു. അതേസമയം വിപണനവുമായി ബന്ധപ്പെട്ട ചെലവുകൾ കുറയ്ക്കാനായത് ആശ്വാസമായി. മാർച്ച് പാദത്തിൽ 16% കുറവാണ് വരുത്താൻ സാധിച്ചത്. അതേസമയം സാമ്പത്തിക വർഷം മുഴുവൻ കണക്കാക്കിയാൽ വരുമാനത്തിൽ 25% വർധനവുമുണ്ട്. 9,978 കോടി രൂപയാണ് വരുമാനം. നഷ്ടവും കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. 1,442 കോടിയായി കുറയ്ക്കാൻ സാധിച്ചതായി കമ്പനി അവകാശപ്പെട്ടു. 2023-22 സാമ്പത്തിക വർഷത്തെ അപേക്ഷിച്ച് മുൻ സാമ്പത്തിക വർഷത്തിൽ നഷ്ടം 19% കുറയ്ക്കാൻ സാധിച്ചത്. ജനുവരിയിലാണ് നിക്ഷേപം സ്വീകരിക്കൽ അടക്കമുള്ള വിവിധ ബാങ്കിംഗ് സേവനങ്ങളിൽ നിന്നും പേടിഎം പേയ്മെന്റ് ബാങ്കിനെ RBI വിലക്കിയത്. ഇതാണ് മാർച്ച് പാദത്തിൽ കമ്പനിയെ ബാധിച്ചതെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.